welcome to all. I am Haya Noshad from 7th Vista. I am Irfan Diaz from 7th Vista. We are introducing a machine. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മെഷീനാണ്. അതിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ ലോ കോസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എനർജി സേവിങ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇതിനാകെ കുറച്ച് സാധനങ്ങളെ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ഭയങ്കര എനർജി കോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രില്ലിംഗ് മെഷീനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 കുറച്ച് നീളമുള്ള മെറ്റൽ പീസസ് ആണ്. പിന്നെ അത് മാത്രമല്ല കുറച്ച് ആ സാധനം തന്നെ കുറച്ച് ചെറിയതായിട്ടുള്ള മെറ്റൽ പീസസും വേണം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പഴയ ബേസിലൊക്കെ ഉണ്ടാവില്ലേ, വാഷ് ബേസിൽ, അത് വേണം. പിന്നെ അത് സ്റ്റീൽ കൊണ്ട് ഉണ്ടായിട്ടായിരിക്കണം. പിന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇത് നമ്മളെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആദ്യം കുത്തനെ 4 പീസസ് സ്റ്റഡി ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ആ കുഞ്ഞു മെറ്റൽ പീസസ് അങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. ആ 4 പീസസിന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ. അതിന് ശേഷം കാണുന്ന സ്പേസിൽ നമ്മൾ വാഷ് ബേസിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ചാർക്കോൾസ് ഇട്ടിട്ട് കുറച്ച് ഫയർ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാറ്റ് വെച്ച് വീശി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബേണാവും. അതിനുശേഷം ഈ കാണുന്ന ഗ്രില്ല് ഇവിടെ വെക്കുക. ഇത് മാർക്കറ്റിൽ ചെറിയ പ്രൈസിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻസ് ഇതിന് മേലെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. വളരെ അഫോർഡബിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് വീട്ടിൽ ഇതിന് വലിയ ചിലവുകളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പഴയ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഇതും പിന്നെ ബേസിലൊക്കെ പഴയത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇതും അയച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഗ്രില്ലിംഗ് മെഷീനാണ്. നമുക്കിതിൽ എനർജി സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ ഹോട്ടൽസിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. കാരണം ഹോട്ടൽസൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് എനർജി ഇതാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്